everyone, welcome back to Salem. It's me, VJR. Yes, അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചാപ്റ്റർ 10 മിനിറ്റ് കൊണ്ട് പഠിച്ച് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂടാ. എന്നാൽ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കിടിലമായിട്ട് പഠിച്ചെടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ഇതിലെ കോൺസെപ്റ്റുകൾ, വെറും 3 കോൺസെപ്റ്റേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പേ സാറിന് ഒരു ലൈക്ക് തന്നേ. കാര്യം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കും ആണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഭയങ്കര ഒരു മോട്ടിവേഷൻ കേട്ടോ. സീരിയസ്ലി. കാര്യം നിങ്ങൾ ഒരുപാട് പേര് സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്, ഇഷ്ടമാണ്, സാറ് എല്ലാ ക്ലാസ്സും എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറൊക്കെയുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ചെടുക്കുക. ഞാൻ ആ ഒരു മോട്ടിവേഷനിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മുഴുവൻ ഇതുപോലത്തെ കണ്ടന്റ് വീഡിയോസ് ഇടുമോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കാണാം. ഈ ചാപ്റ്റർ, അതായത് നമ്മുടെ ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ വേഗം പറ്റും. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഉള്ളൂ. 3 കോൺസെപ്റ്റേ ഉള്ളൂ. കൂടുതൽ സമയം കളയുന്നില്ല. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചു വെക്കുക. ഇതാ കണ്ടോ, -10 നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമോ, ഏതൊരു നമ്പറിന്റെ ബേക്കിലോ മൈനസുകളാന്നേല് ആ മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൈനസ് നോക്ക്, മൈനസ് ആണേ മൈനസ് ഇടുക. എന്നിട്ട് ഈ 10 കൂട്ടിയാൽ 20. ദേ നമ്മുടെ തരം ഒരേ പൊളി -20. ഇത് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്പേഴ്സിന്റെ ബാക്കിൽ മൈനസുകൾ ഉണ്ടെങ്കിൽ ആ മൈനസ് ചേർത്ത് കൊടുത്തിട്ട് നമ്പേഴ്സുകൾ സമ്മ് ചെയ്യാം, കൂട്ടാം. അങ്ങനെയാണെങ്കിൽ പറ -20 -30 ഒന്ന് പറഞ്ഞേ. ഇതാ ഇവിടെ 20ന്റെ ബേക്കില് മൈനസ്, 30ന്റെ ബേക്കില് മൈനസ്. മക്കളെ മനസ്സിലാക്കിക്കോ, ഫസ്റ്റ് മോഡൽ എല്ലാ നമ്പറിന്റെ ബേക്കിലും മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് അങ്ങോട്ട് ചേർത്ത് എഴുതിയിട്ട് ദേ നമ്മുടെ 20 30 കൂടെ കൂട്ടുക. 20 30 കൂട്ടിയാൽ ദേ നമ്മുടെ ഉത്തരം -50. അപ്പൊ എനിക്ക് കുറെ സംശയം ഉണ്ടാവില്ലേ കുഞ്ഞോളെ പറയും, സാർ എല്ലാ നമ്പറിന്റെ ബേക്കിലും മൈനസ് ആണുള്ളത്, ഇനി വേറെ ചിഹ്നം വന്നാൽ സാർ എന്താ ചെയ്യുക? അത് നമുക്ക് വേറെ മെത്തേഡിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങളിത് പഠിക്കുക. ആകെ 3 മെത്തേഡേ ഉള്ളൂ. എല്ലാ നമ്പറിന്റെ ബേക്കിലും മൈനസ് വരുന്ന ഒരു മെത്തേഡ്. അത് നിങ്ങൾ എന്താ ചെയ്തത്, മൈനസ് ഇടുന്നു, കൂട്ടുന്നു. ഫോർ എക്സാമ്പിൾ നോക്ക്, ഒരു ക്വസ്റ്റ്യനൂടെ സാറ് തരുവേ. ഇതാ കണ്ടോ, -50 -100. ഇതേ കണ്ടോ, ഈടെ ഈ മൈനസു ആടെ മൈനസ് ഇടുന്നു. 50 100 ആൻസർ 150 എഴുതുക, എന്നിട്ട് മൈനസ്, അല്ലെങ്കിൽ -150. അതായത് മൈനസ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കൂട്ടി വെച്ചാൽ മതി. ആൻസർ ഈസ് ഒരേ പൊളി -110. റെഡി ആണെങ്കിൽ ഒന്ന് ചിരിക്കുന്നൊരു ഇമോജി. അതുപോലെ തന്നെ സാറിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാത്തവരും ലൈക്ക് അടിച്ചു വെക്കാം. ഫസ്റ്റ് സെക്ഷൻ ക്ലിയർ ആണ്. രണ്ടാമത്തെ സെക്ഷൻ മകളെ പറയട്ടെ. രണ്ടാമത്തെ മോഡൽ എന്താ? അപ്പൊ നിങ്ങൾ ചോദിച്ചു, സാറേ എല്ലാ നമ്പറിന്റെ ബാക്കിലും എപ്പോഴും മൈനസ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സാർ, രണ്ടാമത് പ്ലസ് വന്നാൽ സാർ എന്ത് ചെയ്യും എന്നുള്ളതല്ലേ. ഞാൻ പറഞ്ഞുതരാവേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ -100 +200. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാ ചോദിച്ചാല്, ഇവിടെ രണ്ടാമത് പ്ലസ് വന്നാൽ മനസ്സിലാക്കി വെച്ചോ, രണ്ടാമത്തെ നമ്പറിന്റെ ബേക്കിൽ പ്ലസ് വന്നാൽ അയാളെ പിടിച്ചിട്ട് നമുക്ക് ആദ്യം വെക്കാം, ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 200 -100 ആയിട്ട് വരും. 200 100 കുറച്ച് അത്രയാ. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഒരേ പൊളി 100 ആണ്. റെഡി ആണോ? നിങ്ങൾ ക്ലിയർ ആണോടാ? മനസ്സിലായോടാ? അതായത് രണ്ടാമത് പ്ലസ് ഉള്ള ഒരു നമ്പർ വന്നാല് ഓനെ പിടിച്ച് ഫസ്റ്റ് വെക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. -20 +50 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പ്ലസ് ആണേല് ഓനെ പിടിച്ചിട്ട് ഇവിടേക്ക് വെക്കുക. അപ്പൊ 50 -20 ആൻസർ ഈസ് ഒരേ പൊളി 30. റെഡി ആണോ? നിങ്ങൾ സെറ്റപ്പ് ആണോ? ക്ലിയർ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒരു ഫയറും, അല്ലെങ്കിൽ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേ. അപ്പൊ രണ്ടാമത് പ്ലസ് വരുന്ന ഒരു ചോദ്യം കൂടെ തന്നിട്ട് ഞാൻ അത് അവസാനിപ്പിക്കുക. ഇപ്പൊ -25 +50. രണ്ടാമത് പ്ലസ് വരുന്ന സാധനമാണ്. അപ്പൊ രണ്ടാമത് പ്ലസ് കണ്ട ഉടനെ ഫസ്റ്റ് വെക്കുക. അപ്പൊ 50 -25 ദാറ്റ് ഈസ് ആൻസർ ഈസ് 25. എന്താ നമ്മൾ ഫസ്റ്റ് പഠിച്ചത്? എല്ലാ നമ്പറിന്റെ ബേക്കിലും മൈനസ്, അത് കൂട്ടുന്നു, ആ മൈനസ് ഇടുന്നു. ഓക്കെ, എന്താ നമ്മൾ സെക്കൻഡ് പഠിച്ചത്? പറ. എന്താ നമ്മൾ സെക്കൻഡ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. സെക്കൻഡ് പഠിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാമത് പ്ലസ് ആണെങ്കിൽ അയാളെ പിടിച്ചിട്ട് ഫസ്റ്റ് വെക്കുന്നു. കിടിലം. അപ്പൊ അടിപൊളിയായിട്ട് അതും പഠിച്ചു. മൂന്നാമത്തെ സെക്ഷൻ എന്റെ പൊന്നു മോനെ. ഓക്കെ, എന്റെ പൊന്നു മോനെ, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ നമ്പർ ആദ്യവും വലിയ നമ്പർ രണ്ടാമത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ
ചെറിയ നമ്പർ ഇവിടെ 20 വന്നു, അപ്പുറത്ത് വലിയ നമ്പർ 30. അതായത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇവിടെ 20ഉം ഇവിടെ 30ഉമാണ് വന്നത്. അതായത് ചെറുതിന്ന് വലുത് കുറച്ചാൽ എന്ത്, അതാണ് സംഭവം. അതായത് ചെറിയതായ നമ്പർ ആദ്യവും വലിയതായ നമ്പർ രണ്ടാമതും വന്നാൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ, ആദ്യം ചിഹ്നം മൈനസ് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കുറയ്ക്കുക. 30 20 കുറച്ച് എത്രയാ, 10, -10. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി, -10. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറ, നിങ്ങൾ പറ, ഞാനല്ല, നിങ്ങൾ പറ. ആദ്യം ഒരു 10 മൈനസ് ഒരു 100 വന്നു. 10 ചെറുതാണ്, ചെറുതായ നമ്പർ 10, വലുതായ നമ്പർ 100. ചെറുതായ നമ്പറിൽ നിന്ന് വലുതായ നമ്പർ കുറയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം മൈനസ് ഇടുന്നു, എന്നിട്ട് 100ന്ന് 10 കുറച്ചാൽ ആൻസർ ഈസ് -90. ഒരേ പുളി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മൈനസ് ഇടുക, എന്നിട്ട് സാധാരണ കുറയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുറച്ചേക്കാം കേട്ടോ. ഒരു ചോദ്യം കൂടെ സാറ് തന്നിട്ട് ആക്ടിവിറ്റീസിലേക്ക് അടക്കും, ഈ ചാപ്റ്റർ കഴിയും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. നോക്ക്, ഇപ്പൊ ഒരു 20 മൈനസ് ഒരു 25 ആണെങ്കിലോ, ചെറുതായ 20 വലുതായ 25. അതുകൊണ്ട് ആ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനാണെങ്കിൽ മൈനസ് ഇടുന്നു, 25ന്ന് 20 കുറച്ചാൽ ദേ നമ്മുടെ ഉത്തരം -5. ആൻസർ ഒരേ പൊളി. സെറ്റ്. റെഡിയാണോ? കിടിലമല്ലേ? ആ സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ സാറ് നിങ്ങൾക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് സാറ് തരാവേ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഓരോ സെക്ഷൻസും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, എങ്കിൽ പോലും കുറച്ച് ക്വസ്റ്റ്യൻസ് സാറ് തരാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം, ഞാൻ തന്നെ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഫ്രാക്ഷന്റെ ഭിന്നസംഖ്യന്റെ പഠിക്കാനുണ്ട്. ഭിന്നസംഖ്യന്റെ സാറ് പറഞ്ഞില്ല, അരയും കാലും ഒക്കെ ഉള്ളതാണ് പൊതുവെ വരാറ്. അതും കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. കണ്ടോ, ഓരോന്നും ചെയ്യാം. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അതുകൊണ്ട് മൈനസ് ഇടുന്നു. 3 1 കൂട്ടിയ 4, -4 ആൻസർ. റെഡിയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം റെഡിയാണല്ലോ. അതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അതുകൊണ്ട് മൈനസ് ഇടുന്നു. 7ഉം 8ഉം കൂട്ടിയാൽ 15, അപ്പൊ -15 ആൻസർ. ഓക്കെ, റെഡി. അപ്പൊ അതുപോലെ തന്നെ ഇതൊന്നും ചെയ്ത് നോക്ക്. ഇത് വേറെ മോഡലാണ്, രണ്ടാമത്തെ മോഡൽ. രണ്ടാമത്തെ മോഡൽ എന്താ കുഞ്ഞോനെ? രണ്ടാമത് പ്ലസ് വന്നാൽ ഓനെ പിടിച്ച് ഫസ്റ്റ് ഇടാം. അപ്പൊ മൈനസ് അല്ലെ, അപ്പൊ 4 -9 വരും. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് മാറ്റി ചെയ്താ കേട്ടോ. -9 + 4 അല്ലേ? ഇയാളെ പിടിച്ചിട്ട് ഒരേ പൊളി ഇവിടുന്ന് മാറ്റി ഇവിടെ വെക്കുക. അപ്പൊ 4 ഇവിടെ -9 ആണ്. ഇത് 2 മോഡൽ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ? നോക്ക്, ഇവിടെ മാറ്റിയപ്പോ 4ന്ന് 9 കുറയ്ക്കാനായി. 4 ചെറുതല്ലേ, 9 വലുതല്ലേ? അപ്പൊ ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൈനസ് ഇടാ. 9ന്ന് 4 കുറച്ചാൽ നമ്മുടെ ഉത്തരം 5. -5 ഈസ് ദ ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അതുകൊണ്ട് മൈനസ് ഇടുന്നു. 10ഉം 4ഉം കൂട്ടിയാൽ -14 ആണ് ആൻസർ. ഓക്കെ, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, എന്ത് ചെയ്യുന്നു? മൈനസ് ഇടുന്നു. 1 1 കൂട്ടിയാൽ 2, ആൻസർ ഒരേപോലെ. രണ്ടാമത് പ്ലസ് വരുന്ന മോഡലാണ്, അതുകൊണ്ട് ഇവിടെ പിടിച്ച് പുറത്തിട്ടു. അപ്പൊ 20ന്ന് 10 കുറച്ചാൽ ആൻസർ 10. റെഡി. ഇനി അരയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്നും ചെയ്ത് നോക്കാം അല്ലെ? ഇതും കൂടെ ചെയ്താൽ നിങ്ങൾ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി. നോക്കോ, 8ന്ന് 12 കുറച്ചാൽ എന്താ? 8 ചെറിയ നമ്പർ അല്ലേ, 12 വലിയ നമ്പർ അല്ലേ? ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരേ പൊളി. ചെറുതെന്ന് വലുത് കുറച്ചാൽ മൈനസ് ഇടുന്നു, എന്നിട്ട് സാധാരണ 12 നെട്ട് കുറയ്ക്കുക, വലുതും ചെറുത് കുറയ്ക്കുക, സാധാരണ കുറയ്ക്കുന്ന പോലെ. 4, -4 ആൻസർ. അതുപോലെ അടുത്ത് നോക്ക്, 2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് വന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് വന്നാൽ മൈനസ് ഇടാം. ഓക്കെ, മക്കൾ മനസ്സിലാക്ക്. അരയാണ് ഇതിനെ പറയാട്ടോ. അരയും കാലും കൂടെ കൂട്ടിയാൽ എന്താ? 1/2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് അര, 1/4നെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാല്. അരയും കാലും കൂടെ കൂട്ടിയാൽ മുക്കാലാണ് കേട്ടോ. -3/4 ഈസ് ദ ആൻസർ. -3/4 ഈസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്ക്. കുഞ്ഞോനെ കേക്ക്. 1.5യിൽ നിന്ന് 7.5 കുറയ്ക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കടാ. 1.5 ചെറുതല്ലേ, 7.5 വലുതല്ലേ? അപ്പൊ 1.5 ചെറുതിൽ നിന്ന് 7.5 വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മൈനസ് ഇടുന്നു, എന്നിട്ട് 7.5ന്ന് 1.5 കുറച്ചാൽ മതി. സാധാരണ കുറയ്ക്കുന്ന പോലെ 7.5ന്ന് 1.5 കുറച്ചാൽ എത്ര ഇടാം? 7 6. അപ്പൊ ആൻസർ ഈസ് -6. റെഡിയാണോ? സെറ്റപ്പ് അല്ലേടാ? സെറ്റപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, ഈട മൈനസ്, ഈട മൈനസ്, 2 മൈനസുകൾ ഒരുമിച്ച് വന്നാൽ ആ മൈനസ് ഇടുന്നു, എന്നിട്ട് 2ഉം കൂടെ കൂട്ടുന്നു. 2.5യും 1.5യും കൂടെ കൂട്ടിയാൽ എന്താടാ?
2.5യും 1.5യും കൂടെ കൂട്ടിയാൽ പറ 2.5യും 1.5യും കൂടെ കൂട്ടിയാൽ 3ഉം 4. അപ്പൊ -4 ഇസ് ദ ആൻസർ. ഓക്കെ, -4. അപ്പം ഇത്രേ പഠിക്കാനുള്ള ചാപ്റ്ററിന് എല്ലാ നമ്പറിന്റെ ബാക്കിലും മൈനസ് വന്നാൽ മൈനസ് ഇടുന്നു, നമ്പേഴ്സ് കൂട്ടുന്നു. രണ്ടാമത് പ്ലസ് വന്നാൽ അയാളെ പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് വെക്കുന്നു. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാദ്യം വലുത് പിന്നെ ആയതുകൊണ്ട് മൈനസ് ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സാധാരണ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. 3 മെത്തേഡ്സ് ആണ്. എക്സാം ഒക്കെ കിടിലമായിട്ട് നിങ്ങൾ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. പരീക്ഷ കഴിഞ്ഞ സാറോട് നേരിട്ട് തന്നെ പറയാൻ പറ്റുന്നവർ പറയാം. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ ID-യിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം. ഞാൻ മാക്സിമം എന്ത് ചെയ്യാം, റീപ്ലൈ തരാൻ നോക്കാം. ഇനി ഇതല്ലാത്തവര് താഴെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്താലും മതി, റീപ്ലൈ മീൻസ് ഒരു കമന്റ് ആയിട്ട് ഇട്ടാലും മതി. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നും സാറിന് വേണ്ട. കാര്യം ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഫീഡ്ബാക്കുകൾ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കുന്നത് പോലും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും കാണാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരയ്ക്കും. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.